അടുത്തതായി ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കെ അനന്തകുമാർ സാറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പരമ കാരുണ്യവാനും പ്രേമസ്വരൂപനുമായ ഭഗവാൻ ബാബയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് 7 ദിവസമായി നടന്നു വരുന്ന ഒരു അത്യുജ്വലമായൊരു ക്യാമ്പിൻ്റെ പര്യവസാനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇന്നലെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആറന്മുള സദ്യ വള്ളസദ്യ ഉണ്ടവരെത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 2-3 പേര് കൈവക്കി. അതിന് സമാനമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ജ്ഞാന സദ്യയാണ് നിങ്ങൾക്ക് ഈ 7 ദിവസം കൊണ്ട് കിട്ടിയത്. ഇന്നലെ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മനോഹരമായ ഹൈബ്രിഡ് വിത്തുകളാണ് തന്നിരിക്കുന്നത്. ശശി സാറ്, ഡോക്ടർ ശശികുമാർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഹൈബ്രിഡ് വിത്തുകളാണ്. ഇത് നടണം, വളർത്തണം, വളമിടണം, വെള്ളമൊഴിക്കണം, കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറാതിരിക്കണം. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ? നമുക്കൊരു സീഡ് കിട്ടിയാൽ അതൊരു വൃക്ഷമാകുന്നവരെ ഉള്ള പരിപൂർണ ചുമതല നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള ഒരു ജ്ഞാനവും അറിവും മറ്റു കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഫസ്റ്റ് ഡേ നിങ്ങളെല്ലാം ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഇതായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു അവസ്ഥ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. പക്ഷെ ഇന്നലെ വന്നപ്പോൾ 0-ൽ നിന്ന് നിങ്ങൾ 100 കഴിഞ്ഞിട്ടുള്ള ഒരു മാർക്കിലോട്ട് പോയി. അപ്പം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യ ഞങ്ങളെല്ലാവരും നേർക്കാഴ്ചയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആ വിത്ത് സുരക്ഷിതമായി നിങ്ങൾ കൊണ്ടുപോവുക, ആ സുരക്ഷിതമായിട്ട് നിങ്ങൾ അതിനെ സംരക്ഷിക്കുക, വളർത്തുക, വലുതാക്കുക, വൃക്ഷമാക്കുക, പൂവിടണം, കായിടണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ 7 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ആ പരിപൂർണമായിട്ടും ഞങ്ങൾ ഓക്കെ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കണം മനസ്സിൽ. പക്ഷെ പ്രാവർത്തികമായിട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. നെടുന്തൂണായിട്ട് ഈ 7-8 ദിവസം നിങ്ങളുടെ കൂടെ നടന്ന്, നിങ്ങളുടെ കൂടെ ഇരുന്ന്, നിങ്ങളുടെ കൂടെ സഞ്ചരിച്ച്, നിങ്ങളുടെ മനോനിലയോടൊപ്പം സഞ്ചരിച്ച്, ഇവിടെ താമസിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം തരാമോ അതെല്ലാം തന്ന ഒരു മഹത് വ്യക്തിയാണ് ശശികുമാർ സാർ. ISROയിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വേറെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെങ്കിലും അദ്ദേഹം എന്താണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്തു, ഞങ്ങളുടെ മുമ്പിലും പ്രൂവ് ചെയ്തു വാട്ട് ഹീ ഈസ്. സോ അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ ആവിഷ്കാരം അദ്ദേഹമാണ്, നിരൂപകൻ അദ്ദേഹമാണ്, എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹം മനോഹരമായി ഈ ക്യാമ്പ് പര്യവസാനിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹത്തിന് സായി ഗ്രാമത്തിൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ ക്യാമ്പിൻ്റെ മാർഗദർശിയും ലൈഫ് മെൻറ്ററുമായിട്ടുള്ള ഡോക്ടർ TP ശശികുമാർ, അദ്ദേഹം ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ആദ്യ ദിവസം നമ്മൾ കണ്ട കുട്ടികളല്ല ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്യാമ്പിലൂടെ നിങ്ങൾ നേടിയെടുത്തത് വെറും പുസ്തക അറിവുകളല്ല, മറിച്ച് ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന വലിയ പാഠങ്ങളാണ്. ശാരീരികവും മാനസികവുമായ കരുത്ത്, ബൗദ്ധികവും സാമൂഹികമായ ചിന്താശേഷി, ആത്മീയമായ മൂല്യങ്ങൾ എന്നിങ്ങനെയുള്ള 5 തലങ്ങളിലുള്ള സമഗ്രമായ വികസനം, ദാറ്റ് ഈസ് 5-fold ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ മുഖങ്ങളിലും പെരുമാറ്റത്തിലും ഇപ്പോൾ പ്രകടമാണ്. എങ്ങനെ പഠിക്കണം, എങ്ങനെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം,
ഡിജിറ്റൽ അച്ചടക്കം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ വ്യക്തമായ ധാരണ ഇവിടെ നിന്ന് നേടിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെ ഇത്രയും മനോഹരമായി നയിച്ച പ്രിയപ്പെട്ട ഡോക്ടർ TP ശശികുമാർ വാക്കുകൾക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ മെൻറ്റിംഗ് സെഷനുകളും കുട്ടികളുടെ ചിന്തകളും സ്വപ്നങ്ങളെയും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സായികാരാമത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊടുക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനും ഉദ്ഘാടന പ്രസംഗം നടത്താനുമായിട്ട് ബഹുമാനപ്പെട്ട കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായ സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. GFECRൻ്റെ ഡയറക്ടറും റിസർച്ച് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായ ഡോക്ടർ TP ശശികുമാർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ചിത്രകാരനും പ്രമുഖ കലാകാരനുമായ ശ്രീ DThan സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന എന്താ പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരായ കുട്ടികളെ, സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ദേശീയവും അന്തർദേശീയവുമായിട്ട് അറിയപ്പെടുന്ന, ഒരുപക്ഷെ നമ്മളുടെ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ ഈ ഉരുണ്ട ഗോളത്തിനകത്ത് എല്ലാ മലയാളികളും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് ഞാൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ മറ്റൊരു വ്യക്തികൾക്കും ചെയ്യാൻ സാധ്യമല്ല. നമ്മളൊക്കെ നമിച്ചു പോകുന്ന ഒരു വ്യക്തിത്വം. ഞാൻ എന്നും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരത്തോടും കൂടി കാണിക്കുന്ന സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞ വാക്കുകൾ, അതിലപ്പുറം ഞാൻ എന്താ പറയാനുള്ളത്? പിന്നെ ശശികുമാർ സാർ, നിങ്ങളുടെ ഡയറക്ടറായിരുന്ന അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകളെ, ഓരോ മനസ്സുകളെയും തിരിച്ചറിയാൻ കഴിവുള്ള പ്രാപ്തിയും ശക്തിയും സാമർഥ്യവും മനുഷ്യത്വവും സ്നേഹവും സംസ്കാരവുമുള്ള ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം തന്ന അറിവ് അതെത്രമാത്രം വലുതെന്ന് സത്യത്തിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. കാരണം ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ച ഒരിതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഡോക്ടർ TP ശശികുമാർ യാദൃശ്യമായിട്ട് സായി ഗ്രാമത്തിൽ വരുന്നു, പലതും ഇങ്ങനെ സംസാരിക്കുന്നു. അക്കൂട്ടത്തിലാണ് ഇവിടുത്തെ, ഞാൻ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, ആനന്ദകുമാർ, ഇതിൻ്റെ എല്ലാം സായി ഗ്രാമത്തിൻ്റെ എല്ലാമായ ആനന്ദകുമാർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ഇതിനു വേണ്ടി നിങ്ങൾ ഒരാഴ്ച ഇവിടെ ചെലവഴിച്ചു. അതിലൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു നല്ല സംസ്കാരവും ഒരു നല്ല മനസ്സും ചിന്തയുമായിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. എന്നും ഇത് ഓർക്കുക. ഇവിടുത്തെ ഡയറക്ടർ ആനന്ദകുമാർ പറഞ്ഞതുപോലെ എന്നും ഇത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാഴ്ചയായിരിക്കും. കഴിഞ്ഞു പോയതെല്ലാം നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പേരെടുത്ത് പറയുകയാണെങ്കിൽ പറയാൻ കുറേ പേരുണ്ട്, അതുകൊണ്ട് അത് പറയണില്ല. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ടാൾക്കാർ, ഒന്ന് മഹാത്മാ ആനന്ദകുമാർജിയും, രണ്ടാമത് ഈ ക്യാമ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, സാധാരണ എൻ്റെ നാട്ടിൽ ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ലേഡി വളണ്ടിയർ എപ്പോഴും ഉണ്ടാവും. കാരണം കുറേ പെൺകുട്ടികളുള്ളതാണല്ലോ.
ഞാൻ ആരോടെങ്കിലും ചോദിക്കണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ എൻ്റെ അടുത്ത ഒരു ബന്ധുവും അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആളും ഇതുവരെ പരിചയമില്ലാത്ത ഡോക്ടർ സ്നേഹപ്രഭയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവരുടനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരാമെന്നും പറഞ്ഞു. വളരെ സീനിയർ ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ആനന്ദകുമാർജിയുടെ നെടുംതൂണായിരിക്കുന്നത് വിനീതാമ്മയാണ്. അപ്പൊ രണ്ടമ്മമാരാണ് ഇതിന്റെ പിന്നില്. ആ അമ്മമാർക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നടത്തിയത് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്നോട് വിജയേട്ടൻ വന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ഒന്നും കൊടുക്കണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുത്തോളാം. പലർക്കും എത്തിപ്പെടാൻ പോലും നിങ്ങൾക്കൊക്കെ ഇപ്പോ വളരെ സുലഭമായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സൂര്യകൃഷ്ണമൂർത്തി വളരെ വലിയ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, കേരളത്തിന്റെ ആർട്ടിസ്റ്റ് എന്നല്ല പറയാ, ഭാരതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ട്രഡീഷനെ മാറ്റി വരച്ചിട്ടുള്ള, അല്ലെ അങ്ങനെയല്ലേ പറയാ ദത്തൻജിയെ, കലികാലത്തിന്റെ കഥകളൊക്കെ വരയ്ക്കുന്ന വലിയ, ഞാനൊക്കെ പല പ്രാവശ്യം ഇന്റർവ്യൂകൾ കാണുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ. എൻ്റെ വീട്ടിലൊരു ക്യാമ്പ് തന്നെ ഉണ്ടായിരുന്നു, ജയരാജ് വെള്ളൂരിന്റെ ഒരു ക്യാമ്പിൽ ജയരാജ് വെള്ളൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാർട്ടൂണുകൾ എനിക്കും വരെ ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ സുഹൃത്തായ സത്യദേവിനെ പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചു, വന്നില്ല അദ്ദേഹം. അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ലാത്ത പിള്ളേരാണെന്ന് അവർ വരക്കുന്നത് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം സൂര്യകൃഷ്ണമൂർത്തി എന്നോട് പറഞ്ഞു നല്ല ശ്രദ്ധയുള്ള കുട്ടികളാണ്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം എന്നാണ്. അറിവ് കിട്ടാൻ ശ്രദ്ധയാണ് വേണ്ടത്. അതുണ്ടാക്കിയെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കാനും ഒക്കെയാണ്. ഈ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ സൂര്യകൃഷ്ണമൂർത്തിയോട് പറയണ്ടായി, അമ്മയുടെ പ്രത്യേകതയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ദ ബെസ്റ്റ് മെഡിറ്റേഷൻ സെന്റർ ഇൻ ദ വേൾഡ് ഈസ് മദേഴ്സ് ലാപ്പ് എന്നാണ് പറയുക. അമ്മയുടെ മടിത്തട്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല, വേറെ ഒരു മെഡിറ്റേഷനും പഠിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ മടിത്തട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നാൽ കിട്ടുന്ന ആശ്വാസവും ബ്ലിസ്സും സാൽവേഷനും ഒന്നും എവിടെയും കിട്ടില്ല. അത് അനുഭവിച്ചിട്ടുള്ള ആള് ഞാൻ. അപ്പോൾ അമ്മയുടെ കഥകൾ പറഞ്ഞ സമയത്ത് ഗാന്ധാരി ഒരിക്കൽ പോലും ദുര്യോധനെ സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ, കാരണം ഇവിടെയുള്ള കുറെ അമ്മമാരാണ് എന്നോട് സംസാരിക്കാറ്, ടീനേജിൽ ഏറ്റവും വലിയ വിരോധി ആരാണെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയാണ്. അച്ഛനെ തീരെ ബഹുമാനിക്കാത്ത രാമന് വസിഷ്ഠൻ എന്ന സൈക്കോതെറാപ്പിസ്റ്റിന്റെ ക്ലാസ് വേണ്ടി വന്നു 18 ദിവസം. അതാണ് യോഗവാസിഷ്ടം രാമായണത്തില്. നമ്മൾ 7 ദിവസം 8 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. 18 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും മാറാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. പക്ഷെ 90% പേർക്കും മാറ്റമുണ്ടായി എന്നുള്ളത് ഓരോ ആൾക്കാരും അയക്കുന്ന കമന്റുകളിൽ, അതിൽ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ളൊരു കമന്റ്, പവിത്ര ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും, പവിത്രയുടെ അച്ഛൻ ഇപ്പൊ എനിക്ക് അയച്ച മെസ്സേജിൽ, അത് ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടെന്നാണ്, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. It is not coincidence that this transformative journey began on June 21st, the International Day of Yoga. As the world paused to breath, stretch and turn inward, your quality gathered young souls between 13 to 30. അതാണ് ഏജ് ഗ്രൂപ്പ് നമ്മളുടെ. Years of the age at the serene Sai
Gramam in Thiruvananthapuram and set them on a journey far deeper than any yoga pose. A journey into themselves. ഇതിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് ഒരു പാരന്റിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും വേണോ? എഴുതപ്പെട്ടതും എഴുതാൻ അറിയാത്തതും ആഗ്രഹിച്ചിട്ട് വാക്കുകൾ കിട്ടാത്തതും കുറേ അമ്മമാരെ എനിക്കറിയാം. ഇന്ന് UK-യിൽ നിന്ന് ഉച്ച ബ്രേക്കിൽ 1 മണിക്കൂറാണ് ഒരമ്മ സംസാരിച്ചത്. മക്കൾ അമ്മയോട് ചെയ്യുന്ന ദുരിതം. ഞാൻ അടുത്ത കാലത്തൊരു വീഡിയോ ചെയ്തു. പാരൻസിനുള്ള ദുഃഖം മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന, ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. ആ ദുഃഖം അമ്മമാരെ അനുഭവിക്കുന്നത് കൊണ്ട് നന്നാവട്ടെ എന്ന് പറഞ്ഞു വിട്ടവരുണ്ട് ഇവിടെ. എന്നിട്ട് ഇവിടെയും നന്നാക്കാൻ പറ്റാതെ ഞാൻ തോറ്റുപോയി എന്ന് പറയേണ്ടി വന്നവരും ഇവിടെ ഉണ്ട്. ഇപ്പൊ ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം ദുര്യോധനനോട് ഗാന്ധാരി ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കൊന്ന് നന്നായിക്കൂടെ എന്ന്. അപ്പൊ ദുര്യോധനൻ ഉത്തരൻ പറഞ്ഞത്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി. എനിക്കറിയാം എന്താണ് ധർമ്മം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല. എന്താ കാരണം? കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി എന്നാണ്. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാമമുണ്ട്, ആ കാമം എന്നെ നയിക്കുകയാണ് എന്നാണ്. അതിൻ്റെ ഭാഗമാണ് ദുര്യോധനന്റെ ശാപം എന്ന് പറയുന്നത്. അത് നടക്കുന്നത് പലപ്പോഴും അന്ധനായ അച്ഛന്റെ ഭാര്യ കണ്ണു തുറന്ന് മക്കളെ നോക്കുക വേണ്ടത്. അമ്മ പ്രേമം കൂടിയപ്പോഴായിരിക്കും അച്ഛന്റെ ഭാഗത്ത് ചേർന്ന് കണ്ണടച്ചത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നു, അതുകൊണ്ടാണ് 100 പിള്ളേരുണ്ടായതെന്ന്. പക്ഷെ അതിൽ കവിഞ്ഞു പറയേണ്ടത് അച്ഛനും അമ്മയും അന്ധന്മാരാണ് പലപ്പോഴും. ആ അന്ധതയിലിരിക്കുമ്പോഴാണ് മക്കൾ വഴിതെറ്റി പോകുന്നത്. അത് പോകുന്നത് പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, അന്ന് വന്നിട്ടുള്ള അതേ അഫ്ഗാനിസ്ഥാൻ ഇന്നും അതേ നിലയിലാണെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻകാരെ തന്നെ അവിടെ കൊണ്ടാക്കിയത്. ശകുനിയും ഒക്കെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ചുറ്റും തന്നെയുണ്ട്, പക്ഷെ അത് നോക്കിക്കാണാനുള്ള കണ്ണില്ലാത്തതാണ്. നമ്മുടെ ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് സാധാരണ എൻ്റെ ക്യാമ്പുകളിൽ ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ കേരളക്കാരനാണെങ്കിൽ പോലും ഈ വയസ്സിൽ ആദ്യമായിട്ടാണ് ഈ മഹാരഥന്മാരെയൊക്കെ കാണുന്നത്. കുറേ ഡാൻസുകാരെ എപ്പോഴോ ഒരു പ്രാവശ്യം രാജശ്രീ വാര്യർ, ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ ചെയ്യുന്ന അവരെ കണ്ടിട്ടുള്ള ഒരു ഭാഗ്യം. അതല്ലാതെ ഈ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ആരുമായിട്ട് എനിക്ക് പരിചയമില്ല. ഞാൻ കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ്, കേരളം വിട്ടതാണ്. ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ നാട് നടുവിലാണെന്ന്. എൻ്റെ നാട്ടിന്റെ പേര് നടുവിൽ എന്നാണ്. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരിധി നടുവിൽ. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണമെന്ന്. അങ്ങനെ പുറത്തടിച്ചതാണ് നമ്മളെ. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് തിരിച്ചു വന്ന ഒരു 10-12 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഈ ക്യാമ്പുകൾ. പക്ഷെ ആ സമയത്തൊന്നും അറിഞ്ഞു വരുന്ന ചില ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു സായിഗ്രാമിൽ ഇതൊക്കെ നടക്കുമെന്ന്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം അങ്ങയുടെ ഇഷ്ടമെന്നാണ്. അപ്പൊ ഇതൊക്കെ നടത്തിയത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വർത്തിച്ചിട്ടുള്ള ഇവിടുത്തെ ട്രസ്റ്റ് ബോർഡ് മെമ്പർമാര്, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ മഹാത്മാ ആനന്ദകുമാർജി ഇരിക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു standing ovation. All of you should stand up and give a big clap. That's a great event. ആ ഗ്രേറ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്കല്ല, ഈ വ്യക്തികൾക്കുള്ളതല്ല, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന്റെ ഓർഗനൈസിങ് എബിലിറ്റി കുറച്ചൊക്കെ അപാകതകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അത് മാറും. ആദ്യമായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് നടത്തുന്നത് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ എന്നാലും സമയത്തിന് ഭക്ഷണം, ഞാനൊക്കെ ക്യാൻറ്റീൻ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് 3 നേരം ഞാൻ ഭക്ഷണം കഴിക്കണം. അറിയോ, സാധാരണ 2 നേരമാണ്, രാത്രി കഴിക്കാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 5 ചപ്പാത്തി കഴിച്ചു. ഇപ്പൊ വീട്ടിൽ ഒരു ചപ്പാത്തി പോലും കഴിക്കാത്ത ആള്, രാത്രി കഴിക്കാത്ത ഒരാള്, വൈഫ് ഒരു ദോശ ഉണ്ടാക്കിയാൽ നീ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ടാന്ന് പറയുന്ന ആൾ 5 ചപ്പാത്തി കഴിച്ചു എന്ന് പറയുന്നത് വലിയ സല്യൂട്ടാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക്, ആ ഭക്ഷണം തരുന്നവർക്ക്. ഇന്ന് നമുക്ക് സ്ഥിരമായി ചായ തരുന്ന ആ സ്ത്രീ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞു. ഞാനത് വിളിച്ച സമയത്ത് ഒരു പാരന്റാണ് വിളിച്ചത്, അവിടെ താമസിക്കുന്നത്. ഞാൻ റൂമിൽ നിന്ന് നോക്കുകയാണ് അവിടത്തേക്ക് വല്ല വണ്ടിയും പോണ്ടോ. ഞാനിവിടെ
ഓർഗനൈസിങ്ങിന്റെ ആൾക്കാരോട് വിളിച്ച സമയത്ത് അരവിന്ദിനെയാ വിളിച്ചത്. അരവിന്ദിനെ വിളിച്ച സമയത്ത് ഞാൻ ബെഡിന്റെ അടുത്തുനിന്ന് വിൻഡോയിൽ പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ട് 4-5 പേര്. എത്ര ക്വിക്ക് ആക്ഷൻ ആണെന്ന് നോക്കൂ. ഞാൻ എന്നിട്ട് നോക്കി ഞാൻ ഇറങ്ങണോന്ന് നോക്കുമ്പോഴത്തേക്കും അവർ തിരിച്ചു ഓടിച്ചു പോകണ്ട. അപ്പൊ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് താഴത്തെത്തുമ്പോഴാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പൊ ഏത് കാര്യത്തിനും ഉടനെ സൊല്യൂഷൻ കിട്ടുകയും ആവശ്യങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും തന്നിട്ടുള്ള ഓരോ വ്യക്തികളും അവരെന്തു ചെയ്യണമോ, നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതുപോലെ ചെയ്തു തന്നിട്ടുള്ളതാണ്. വലിയ സല്യൂട്ട്. അത് ഓർഗനൈസേഷന്റെ ഒരു പവറാണ്, ഓർഗനൈസിങ്ങിന്റെ പവറാണ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പവറാണ്. ഇതിന്റെ ഒക്കെ മുകളിലിരിക്കുന്ന സൂപ്പർവിഷൻ നടത്തുന്ന ശ്രീ സത്യ സായി ബാബയുടെ പവറാണെന്ന് നമ്മൾ കാണണം. എത്രയോ വിരുന്നുകളായിരുന്നു ഓരോ ദിവസവും കൾച്ചറൽ പ്രോഗ്രാംസിലും. അതിൽ എൻ്റെ സുഹൃത്തുക്കളായ 2 പേര്, ഡോക്ടർ രേണുകയും USA എന്ന് വന്നിട്ടുള്ള രശ്മിയും. അത് ഞാൻ സൂര്യകൃഷ്ണമൂർത്തിയാണ് വരുന്നതെന്ന് പറഞ്ഞ സമയത്ത് രശ്മി പറഞ്ഞു, ഞാൻ അങ്കിൾ എന്ന് വിളിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് രശ്മി. ഇപ്പൊ US-ലാണ്, ഓമനക്കുട്ടി ടീച്ചറുടെ സ്റ്റുഡന്റ്. അപ്പോ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഓരോരാളും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ ഒന്നും ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഈ പ്രായത്തിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറയണത്. ഈ വിരുന്നുകൾ അത് പഠനമായിരുന്നു ഓരോ സംഭവവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ട്രഷർ ഹണ്ടാണ് അല്ലെ? ആണോ അല്ലയോ? യെസ് ഓർ നോ? സേ ലൗഡർ. നോട്ട് ഇനഫ്. അതുപോലെ ഓരോ ദിവസവും പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്യുന്ന ചില സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റീസും പഠനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ഞാനൊക്കെ പ്രതീക്ഷിക്കുക ഒരു 20% കുട്ടികൾക്ക് ഗുണമുണ്ടായാൽ മതി എന്നാണ്. ഇവിടെ എൻ്റെ ഈ അസസ്മെന്റിൽ ഞാൻ നടത്തിയ എല്ലാ ക്യാമ്പുകളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു ക്യാമ്പാണിത്. ഞാൻ പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്, അബുദാബിയിൽ നടത്തിയിട്ടുണ്ട്, ഗൾഫില് അലൈനിൽ നടത്തിയിട്ടുണ്ട്. അലൈനിൽ നടത്തിയ അറിയുന്ന പാരന്റ്സ് ഇവിടെ ഉണ്ട്, അലൈനിൽ വന്നിട്ടുള്ളവരുണ്ട്. ദുബായിൽ മിക്കവാറും സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പിന്റെ പിക്ചർ മാത്രം കണ്ടിട്ട്, ഞാൻ അയച്ചു കൊടുത്തത് കണ്ടിട്ട് ദുബായിലേക്ക് ഇപ്പൊ ക്യാമ്പ് തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സൂര്യകൃഷ്ണമൂർത്തി എന്നോട് പറഞ്ഞത്, ആ തിയേറ്റർ റെഡിയായാൽ ഭഗവത്ഗീത പഠിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം അവിടെ വേണമെന്നാണ്. വളരെ വളരെ ഭാഗ്യം ചെയ്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന് ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളോടല്ല നന്ദി പറയുന്നത്, നിങ്ങളുടെ പാരൻസിനോടാണ്. കാരണം എനിക്ക് എത്രയോ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്നറിയോ, അച്ഛൻ വിടുന്നില്ല, അമ്മ വിടുന്നില്ല. ഇന്ന് ഉച്ചക്കൊരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ക്യാമ്പ് ഉണ്ടെന്ന് കേട്ടു, കോഴിക്കോട് ഉണ്ടോ? ഞാൻ പറഞ്ഞു കോഴിക്കോടില്ല, ആലപ്പുഴ ഉണ്ട്. ഇവിടെ അടുത്ത് നടത്താണെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് നടത്താന്ന് പറഞ്ഞു ഞാൻ. അപ്പോ അത്രയും മടിയന്മാരായ കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ സമയത്ത് നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരികയും അല്ലെ, അതിന് പെർമിഷൻ കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്നത് വലിയ മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. ഇതിനായിട്ട് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള കുട്ടികൾ അവരെ കൊണ്ടുവിടുക എന്നൊക്കെ പറയുന്നത് വലിയ പണിയാണ്. ഇത് എൻ്റെ നാട്ടിൽ നടത്തിയാൽ നടക്കില്ല കേട്ടോ. തിരുവനന്തപുരത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്. ഇത് പത്മനാഭന്റെ മണ്ണാണ്. ആ പത്മനാഭന്റെ മണ്ണിൽ വരാനും ഈ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുത്തെ നമ്മുടെ ഇതുണ്ടല്ലോ തൊട്ടടുത്തുള്ള ഒരു ആശ്രമമില്ലേ നമ്മുടെ തൊട്ടടുത്ത്, ശാന്തിഗിരി ആശ്രമത്തിന്റെ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പ്രാവശ്യം പ്രപ്പോസലൊക്കെ ആയിട്ട് പോയതാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ. പിന്നെ അവിടെ തീരുമാനിക്കുന്നത് വേറെ ചിലരൊക്കെയാണെന്നുള്ളത് കൊണ്ട് നടന്നില്ല. അവിടുന്ന് പൊളിഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വേണ്ടാന്ന് വെച്ചതാണ്. അവിചാരിതമായിട്ട് ഇവിടെ എത്തിപ്പെടുകയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചതാണ്. ഇതാണ് അതിന്റെ സമയം എന്ന് എനിക്ക് തോന്നുന്നു. സമയമായിട്ടില്ല ദാസാന്ന് പറയാറില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല സമയത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാൻ സാധിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും എന്നെ കാണാനുള്ള ഒരു അവസരവും നിങ്ങൾക്കില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ക്യാമ്പ് ഇത്രയും മനോഹരമാക്കിയ, ഇവിടെ വീണ്ടും വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. കുട്ടികൾക്ക് ഞങ്ങളെക്കാട്ടിലും 10,000 മടങ്ങ് ആഗ്രഹം തോന്നുന്ന ഇതിൻ്റെ എല്ലാമായ ശശികുമാർ സാറിന് പൊന്നാട അണിയിച്ച് മൊമെൻ്റോ കൊടുക്കുന്നു. സൂര്യ കൃഷ്ണമൂർത്തി സാർ, BD ദത്തൻ സാർ,
ഹരിഗോവിന്ദന് പൊന്നാട, മൊമൻറ്റോ. പ്രിയപ്പെട്ട കെ.എൻ. ആനന്ദ്കുമാർ സർ, അതുപോലെ തന്നെ ഡോക്ടർ ടി.പി. ശശികുമാർ സർ, സൂര്യ കൃഷ്ണമൂർത്തി സർ, ഗോകുമാർ നായർ സർ, അതുപോലെ നാരായണൻ സർ, അഡ്വക്കേറ്റ് കെ.സി. ബിനു, മറ്റ് വിശിഷ്ടാതിഥികളെ, ഡോക്ടർ ടി.പി. ശശികുമാർ, അദ്ദേഹത്തെ പറ്റി വർഷങ്ങൾക്ക് മുന്നേ വീഡിയോ കണ്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. യെസ്, യൂട്യൂബില് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. സോ ഹിന്ദു എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ ചാപ്റ്റർ പ്രസിഡന്റ് ഞാൻ അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുകയും, ഞങ്ങളുടെ ആ മീറ്റിംഗ് ഓൺലൈനിലായിരുന്നു. ഒരുപാട് വ്യക്തികൾ വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഗുരുസ്ഥാനീയത അദ്ദേഹത്തിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത്, എന്നെയും അദ്ദേഹത്തെയും കണക്ട് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനാണ് ഞങ്ങൾ അടുത്ത് കാണുന്നത്. അന്നേ തന്നെ ഒരു ക്യാമ്പ്, എവിടെയെങ്കിലും ഒരു ക്യാമ്പ് നടത്തി അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് കുട്ടികളാണല്ലോ നാളത്തെ ഭാവി തലമുറ, അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഒരിക്കൽ ഫോണിൽ, ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തെ ഫോണിലൂടെ ഞാൻ ബന്ധപ്പെട്ടൊരു ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒരു ക്യാമ്പ് നടത്താൻ സാധിക്കുമെങ്കിൽ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നു, സായി ഗ്രാമത്തിൽ ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ എൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ബിടെക് കോഴ്സ് കഴിഞ്ഞ് വന്ന സമയമാണ്. അവൻ ലീവ് പോലും എടുക്കാതെ കോളേജ് ക്യാമ്പസിലായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം. അങ്ങനെ ഞാൻ അവനോട് വീണ്ടും ചോദിച്ചു, ഇനി നമുക്കറിയാലോ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് അപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ അത് വേണ്ട അച്ഛാ എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇല്ല അച്ഛാ, ഞാൻ പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു. ബിക്കോസ് അവൻ നാട്ടിൽ വന്ന് കുറേ കാലമായി. അച്ഛാ, ഞാൻ പോകാൻ റെഡിയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ മക്കളെ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഒക്കെ ഞാനിത് ഷെയർ ചെയ്തു. 2-3 പേര് അത് കണ്ടിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 കുട്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതൊരു ഒരു 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 ഗൈഡൻസ് ആണ്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയെ പറ്റി 47ഓളം വോളിയംസ് യൂട്യൂബിലുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഓഫ് ടൈമിൽ എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ വരുന്നത് 11 മണിക്കാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, യൂട്യൂബിലെ പല ക്ലാസ്സുകളും കേൾക്കാറുണ്ട്. എനിക്കത് കൊണ്ട് കോടതിക്കകത്ത് എനിക്ക് പല ടിപ്സും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് കിട്ടിയത് ഒരു നിങ്ങളെ പേരൻസ് നിങ്ങൾക്ക് തരുന്ന വലിയൊരു ഭാഗ്യമാണ് ഡോക്ടർ ടി.പിയുടെ ക്ലാസ്സുകൾ. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് അല്ല, നിങ്ങൾ എന്ത് എടുത്തു എന്നുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് കോപ്പി ചെയ്തു എന്നുള്ളതാണ് നാളെകൾ. അപ്പം അത് നിങ്ങളിവിടെ പഠിച്ചത് പലതും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നല്ല പൗരനായി ജീവിക്കുക.
അതായത് ഒരു ഉത്തമ പൗരനാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒന്നും കിട്ടാത്ത പലതും അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകനോട് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു ഉത്തമ പൗരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല. നമ്മളെ സഹജീവികളോടും സമൂഹത്തിനോടും നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ ചെയ്തു തരുന്ന ഈ സമൂഹത്തിനോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ആ കടപ്പാടുകൾ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തനാക്കുകയാണ് ഈ ഗുരു ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്താൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഈ ക്യാമ്പല്ല, ഇനിയുള്ള ക്യാമ്പുകളും അദ്ദേഹത്തിൻ്റെത് വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനും. അതുപോലെ തന്നെ സായി ഗ്രാമത്തെ പറ്റി ഒരു വാക്ക് പറയാം. ഞാൻ ഇന്ന് ശ്രീ കെ എൻ ആനന്ദ്കുമാർ സാറിനോട് പറഞ്ഞു, 96 ഇത് തുടങ്ങുന്ന കാലം മുതലേ ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ പണ്ടാരണ്ടോ പറഞ്ഞതൊക്കെ എൻ്റെ യോഗം ഇപ്പോഴാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ വീട് ഇവിടുന്ന് അടുത്താണ്, ഒരു 20 കിലോമീറ്റർ ഇല്ല. അപ്പോൾ എനിക്ക് വരാൻ ഇപ്പോഴാണ് ഒരു അവസരം ഉണ്ടായത്. മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു എപ്പോഴും വരാൻ സൗകര്യമുള്ളപ്പോൾ ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ശ്രീ ആനന്ദകുമാർ സർ ഇവിടെ പറയുന്നത്, നിങ്ങൾ വരുമ്പോൾ ഇവിടെ വന്നൊന്ന് പോവുക. അത് എന്നോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇത് കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് 8 ദിവസം, നിങ്ങൾക്ക് നാളെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു സൺഡേ ടു സൺഡേ 8 days ആവും. ഈ 8 days നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം ഈ ക്യാമ്പസും ഇവിടുത്തെ ട്രസ്റ്റ് ബോർഡും അതുപോലെ തന്നെ അനിൽകുമാർ സാറുമായിട്ടുള്ള ഒരു കണക്ഷൻസും കൂടെ കീപ്പ് ചെയ്ത് ജീവിതത്തിൽ നല്ല യുവാക്കളായി നല്ല പൗരന്മാരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. My heartfelt gratitude to everyone at Satyasai Gramam for your warm hospitality. Some names I want to refer: Sai Prem, Sheeja and Aravind. മറ്റുള്ളവരുടെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, ഇവരെ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ പേര് ഓർത്തത്. താങ്ക് യു. The food was served with love and joy and everyone welcomed us with such kindness and care. Though there were a few hiccups with the room, the overall stay was truly pleasant and memorable. When I received this opportunity, my plan was to stay here only for 3 days and share my life experiences as an engineer, including my work in challenging positions and experiences with universities in Bangalore. However, I extended my stay after learning about the exciting cultural programs. Moreover, it was my wish to meet Adur Gopalakrishnan sir and Surya Krishnamurthy sir. I mentioned this one to some Vinita and also they know that. I am truly happy that I could fulfill with that wish during this visit. I came here thinking I would share my life experiences with the children, but I am returning home with countless lessons myself. Dr. TPS inspired me deeply through his wisdom and guidance. Watching the dance performances by Dr. Rajeshri Vairya and her group and Tara Kalyan, her team, felt like a dream come true. Harigovindan sir's soulful rendering of Sopanam touched my heart and brought tears to my eyes. I think many of you might have seen that I was crying that time. Sri Ram's singing was simply mesmerizing. And yoga and meditation sessions were very educative. Vijay Kumar sir, thank you for that. A special thank you to Reshmi, Jyoti and Renuka. I thoroughly enjoyed their beautiful songs. Many participants came and interacted with me personally. Your words of appreciation, encouragement and affection truly motivated me and touched my heart. Thank you, dear children. I love you all from bottom of my heart. I sincerely hope I was able to convey one message: life can be celebrated at any age. Age is never a barrier to learning, growing, dreaming or serving. May each of you continue to celebrate the
life and joy, purpose and gratitude. ചില അന്തേവാസികളുമായി സംസാരിക്കാൻ സാധിച്ചു. അവരുടെ സന്തോഷവും സംതൃപ്തിയും നേരിൽ മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നു. Knowing Answer and Vinitha has truly been a blessing. With love and blessings to all, I believe Bhagavan brought me here for a divine purpose. I leave Satya Sai Gramam with a heart full of gratitude, cherished memories and invaluable learnings. May Bhagavan bless each one of you abundantly. Thanks a lot. Thank you. ഹൈറാം 168 മണിക്കൂറുകളാണ് നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്തത്. ഡോക്ടർ TP ശശികുമാർ കവർ ചെയ്യാത്ത ഒരു ഭാഗവുമില്ല. ഇൻഫാക്ട് ഞാൻ ഈ ചെറിയ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാറ് പറയാത്ത ഒന്നും തന്നെ ഇല്ലല്ലോ, ഇനി എന്തു പറയണം എന്ന്. അപ്പോ അത്രയ്ക്ക് ഗഹനമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ A to Z പറഞ്ഞ് മനസ്സിലാക്കി തന്ന അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടിയോടെയും നിങ്ങൾക്ക് എല്ലാ ആശംസകളും. ഞാൻ പല കുട്ടികളോടും പറഞ്ഞു, സ്ട്രെസ് വരുമ്പോൾ ഇക്കാലത്ത് എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വിഷമം എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് എണീറ്റ് നിന്നിട്ട് എന്നൊന്ന് ശക്തിയായിട്ട് നിങ്ങളൊന്ന് ശ്വാസമെടുത്ത് പുറത്തു വിട്ടാൽ മതി. അതിനകത്ത് ഒരു ചേഞ്ചൂടെ ഞാൻ വരുത്തുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ TP ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ സാറിന് ഓർമ്മ വരും, നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. ക്യാമ്പിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന് ആർക്കും 2 പേർക്ക് 1 മിനിറ്റ് ഇവിടെ ഒന്ന് സംസാരിക്കാൻ അവസരമുണ്ട്. അല്ലെങ്കിൽ 2 പേര് കടന്നു വരണമെന്ന് സാദരം അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ശിവസൂര്യ. ഞാൻ ഇപ്പം BTech ഫൈനൽ ഇയറാ. അപ്പം ഡിഗ്രി ഞാൻ എഞ്ചിനീയർ ആയിട്ടില്ല, സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്. പക്ഷെ ലൈക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ എഞ്ചിനീയർ ആവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ബൈ ദ ടൈം നവംബർ. എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്, ഇങ്ങനെ ഒരു ക്യാമ്പ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ സഹായിച്ചെന്നും. പിന്നെ വാക്കൊന്നും കിട്ടില്ല. ഓക്കെ. ജനറലി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ വന്ന തീരിന്റെ മേലെ നിൽക്കുന്നല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പറയുന്ന ഒന്നും അത്ര എന്താ പറയാ വിചാരിക്കുന്ന പോലെ പറയാനാവൊന്നും വരില്ല. അപ്പം ആക്ച്വലി എനിക്ക് അനന്തകുമാർ സാറിനോടും വിജയകുമാർ സാറിനോടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ശശികുമാർ സാറിനോടും വിനീത മാമിനോടും ബിജു കുമാർ സാറിനോടും കുറെ ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരും പേര് പറയാനാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, സമയം കുറവുള്ളതുകൊണ്ട്. അപ്പം എല്ലാവരോടും എനിക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ ഇവിടെ വന്നപ്പം കുറെ എന്താ പറയാ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ ചില ആൾക്കാർ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ല, നമ്മളെ സൂര്യേട്ടനെ പോലെയും പ്രമോദേട്ടനെ പോലെയല്ലോ. അപ്പം എനിക്കറിഞ്ഞൂടെ എല്ലാ ടീച്ചിങ്ങും നോൺ ടീച്ചിങ് സ്റ്റാഫിനോടും എല്ലാം ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രേയ. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ എൻ്റെ അമ്മയും അച്ഛനോടും താങ്ക് യു പറയുന്നു. എന്നെ മോട്ടിവേറ്റ് ചെയ്തതിനും ഇവിടെ വരാൻ എനിക്ക് സാഹചര്യം തന്നതിനും ഒരുപാട് നന്ദി. പിന്നെ അമ്മ പറഞ്ഞു തരുന്ന മാതിരി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്റേഴ്സ് അല്ലാണ്ട് പുറത്തുനിന്ന് നമ്മൾ എന്താവണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരാളാണ് ഗുരു. അതുപോലെ എൻ്റെ ഗുരുവായ ഡോക്ടർ TPSനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴല്ല, നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ TVS ഡോക്ടറിനോടും ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ പ്രാക്ടിക്കലായി പഠിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ വിജയകുമാർ സാറിനോടും നന്ദി. അതുപോലെ ഇത്രയും പേഴ്സണാലിറ്റീസിനെ ഒരുമിച്ച് കാണാൻ ഒരു സ്റ്റേജ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ആനന്ദ് കുമാറിനോട് സാറിനാണ് ഏറ്റവും വലിയ നന്ദിയുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഊഹിക്കാൻ പറ്റാതിനെക്കാട്ടിലും അപ്പുറമാണ് ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ. അപ്പൊ ആനന്ദ് കുമാർ സാറിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. പിന്നെ സായ ഗ്രാമത്തിലുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് സായ് സാറിനോട്. ഞാൻ ആദ്യം കാണുന്നത് സായ് ഗ്രാമത്തിൽ കയറി വരുന്നത് സായ് സാറിനെയാണ്. അപ്പോൾ സായ് സാറിനോടും ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം, ഞാൻ അശ്വിജിത്ത്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. അതായത്
എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസരം, അതായത് ഓരോ പേഴ്സണാലിറ്റീനെയും കണ്ടുമുട്ടാനുള്ള ഒരു അവസരം അത്ര കിട്ടാൻ എളുപ്പമല്ല. ഇവിടെ വന്ന ഓരോ ഗസ്റ്റുകളും, അതായത് നേരത്തെ പറഞ്ഞിരുന്നു, ഇത്രയും വലിയ സ്വപ്നങ്ങളാണ് പലർക്കും. ഇത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടണത് തന്നെ വലിയൊരു സംഭവമാണ്. കൂടാതെ TPSന്റെ പല രീതികളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്ന് വിളിക്കേണ്ട പറഞ്ഞു. അതായത് സാറിന്ന് അല്ല, ഞാൻ അത് മാത്രമല്ല, ഒന്നും വിളിക്കണ്ട, പേര് മാത്രം. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റെസ്പെക്ട് ഇസ് നോട്ട് സംതിങ് യു ഹാവ് ടു ബൈ, ഇറ്റ് ഈസ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. അതായത് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും കിട്ടേണ്ടതാണ് റെസ്പെക്ട്, അല്ലാതെ റെസ്പെക്ട് ചെയ്യണം പറഞ്ഞ് ചെയ്യേണ്ടതല്ല. അതുപോലെ തന്നെ ഇവിടെ സായി സാർ, അത് ഞാൻ പറയണം വിചാരിച്ച പോയിന്റാണ്. ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായില്ല, ഇടയിൽ പോകേണ്ടി വന്നു. വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സോ വളരെയധികം പറഞ്ഞ ഇപ്പൊ സ്വിച്ച് മാറ്റാൻ ഉൾപ്പെടെ എന്താവശ്യം വന്നപ്പോഴും ഞാൻ നാളെ ഓർമ്മിപ്പിച്ച് രാവിലെ ആകുമ്പോഴേക്കും ചെയ്തു തരാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ എല്ലാവർക്കും നന്ദി ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു. ഓം സായിറാം, നമസ്കാരം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും ഏറ്റവും ആദ്യം സായി ഗ്രാമത്തിനോടും ഡോക്ടർ TPSനോടും പിന്നെ എൻ്റെ പേരൻസിനോടും ആണ്. 7 ദിവസം മുമ്പ് എന്നോട് ഏതെങ്കിലും ഒരു ടോപ്പിക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് ഒരു എംബാരസ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 7 ദിവസം ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്കൊരു ടോപ്പിക് അറിയില്ല എന്ന് പറയണേ എനിക്ക് ഫുൾ കോൺഫിഡൻസ് കൊണ്ട് പറയാൻ പറ്റും. I might not know, but I can and I will learn. And that is the first point that I'll take away. പിന്നെ ഡോക്ടർ TVS നമ്മൾക്ക് പെർഫോമൻസും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. ഇത്ര ഏജ് ആയിട്ടും ഡാൻസിനോടുള്ള ഒരു ലവും പാഷനും ആസ് എ ഡാൻസർ മൈസെൽഫ് എന്നെ നന്നായിട്ട് എൻകറേജ് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. പിന്നെ പ്രൊഫസർ വിജയൻകുമാറിൻ്റെ കൂടെ കുറേ ഇൻട്രാക്ഷൻസ് ഉണ്ടായി. ഏറ്റവും എനിക്ക് ഓർമ്മപ്പെട്ടതായിട്ടുള്ളത് ഇനി മുതൽ ഞാൻ LCMന്റെ കോൺസെപ്റ്റ് മറക്കില്ല എന്നാണ് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ അല്ലാതെ ഈ ഒരു ക്യാമ്പിൽ വന്നിട്ട് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റിയതിനും ഇത്രയും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിനും നല്ല സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ പറയാ, ശശികുമാർ സാർ കാരണമാണ് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ നന്നായിട്ട് മലയാളം പഠിച്ചത്. ആക്ച്വലി ആർക്കെങ്കിലും നല്ല മലയാളം ടീച്ചറാണ് ശശികുമാർ, ഏറ്റവും നല്ല മലയാളം ടീച്ചർ. ഞാൻ പറയാണ്ടിരിക്കണമില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർത്ഥസാരഥി പ്രമോദ്. ഞാൻ ദുബായിലാണ് സ്റ്റഡി ചെയ്തത്, അതുകൊണ്ട് ക്ഷമിക്കണം എൻ്റെ മലയാളം ഇച്ചിരി പ്രശ്നമായ. പിന്നെ ഫേസ്റ്റ്ലി എനിക്ക് കുറേ പറയാനൊന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഈ 4 പേര് എനിക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ട്. ഡോക്ടർ TPSും ഡോക്ടർ TVSനും എല്ലാവർക്കും നന്ദി പറഞ്ഞ്, സായി ഗ്രാമത്തിൽ വസിക്കുന്നവർ അവർക്കും നന്ദി. പിന്നെ ക്യാമ്പിൻ്റെ കൂടെ എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് നന്ദി. പിന്നെ എനിക്കൊരു സാധനം പറയാനുള്ളത്, അവിടെ സ്ലോഗനിൽ തന്നെ ശിക്ഷ ജ്ഞാനം ക്യാമ്പിൻ്റെ സ്ലോഗനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് ട്രാൻസ്ഫോംഡ് ആയിട്ടാണ്. എനിക്ക് ആ വിശ്വാസമുണ്ട്. പിന്നെ പോകുന്ന മുമ്പ് ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല. പോകുന്ന മുമ്പ് ഒരു സാധനം പറയാനുണ്ടായിരുന്നു. ഈ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന്, ഈ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആവുന്ന നല്ല പാഷനാണ്, ലൈക്ക് ഒരു ഗുഡ് ജോബാണ്. അത് ഒരാളിന് ജീവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ജീവൻ ഈസിയർ ആക്കുന്ന ഒരു ജോബാണ്. പക്ഷേ സംഗീതം, ആർട്ട്, മ്യൂസിക് ഇതൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് വി ആർ ലിവിങ് ഫോർ ഇറ്റ്. സോ അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നതാണ് ഇവിടെ ക്യാമ്പിൽ ഞാൻ ലേൺ ചെയ്തത്. നന്ദി, നമസ്കാരം. ഈ ക്യാമ്പിൻ്റെ നെടുംതൂണായ ഡോക്ടർ TP ശശികുമാർ സാറിന് സായി ഗ്രാമത്തിൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. കോളേജ് വിട്ടു തന്ന പ്രിൻസിപ്പളിന് എല്ലാവരും ഒരു നന്ദി പറയണ്ടേ? ഡോക്ടർ ഉമേഷ്.
ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോകണം. മനസ്സിലുണ്ടെങ്കിലും പേപ്പറിലും കൂടി ഇരുന്നോട്ടെ. ചിലരുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് കാണുമ്പോൾ ഓർക്കുമല്ലോ. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे